ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീക്കെൻഡ് PSC. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ സെക്കൻഡ് ടോപ്പിക്കാണ് ഈ ചെയ്യുന്നത്. മോഡേൺ ഇന്ത്യയിലെ സെക്കൻഡ് ടോപ്പിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി. ആ വീഡിയോ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ, ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ വീഡിയോ കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. കാരണം അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയും പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ വന്ന ബ്രിട്ടീഷുകാർ പതിയെ അധികാരത്തിലേക്ക് കയറാനായിട്ട് പല പല ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് അധികാരത്തിലേക്ക് വന്നതെന്ന്. അതായത് നികുതി പിരിക്കാനുള്ള അവകാശം നേടിയെടുക്കുകയും അതിനുവേണ്ടി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, സൈനിക സഹായ വ്യവസ്ഥ, അതുപോലുള്ള പല പല കാര്യങ്ങളും വ്യവസ്ഥകളും ഒക്കെ കൊണ്ടുവന്നാണ് അവർ പതിയെ അധികാരത്തിലേക്ക് വരാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടുരാജ്യങ്ങളും നാട്ടുരാജാക്കന്മാരും ഒക്കെ ശക്തിമാരായതുകൊണ്ട് തന്നെ അവരിതിനെ ചേർക്കുകയും അതിനെ എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി, ബ്രിട്ടീഷുകാർക്ക് ഇവിടെ അധികാരം നേടിയെടുക്കാൻ വേണ്ടി അതുപോലുള്ള ചെറുത്തുനിൽപ്പുകളെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പല പല യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരെ പോലെ തന്നെ ഈക്വൽ ശക്തികളായിട്ടുണ്ടായിരുന്ന വേറെ യൂറോപ്യൻസ് ആണ് വേറെ ഇവിടെ അധികാരം നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെയും മത്സരിച്ച് തോൽപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് യുദ്ധങ്ങൾ, അതിനുവേണ്ടി അധികാരം നേടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ കുറച്ച് യുദ്ധങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അവർ. പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. 2, 3, 4 യുദ്ധങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ വീഡിയോസിലൂടെ നോക്കുന്നത് SSCERT NCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ടോപ്പിക്സിനെ പറ്റി, എന്തെങ്കിലും ടോപ്പിക്സിൽ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. എക്സ്ട്രാ ഒരു പോയിന്റ് പോലും നമ്മൾ പറയുന്നില്ല. അങ്ങനെ വേറെ പോയിന്റ്സ് പഠിക്കണം എന്നുള്ളവർക്ക് ഓൾറെഡി റാങ്ക് ഫയലിലൊക്കെ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി പഠിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ സോഴ്സസ് നോക്കി പഠിക്കാം. അപ്പം നമ്മൾ പറയുന്നത് ജസ്റ്റ് SSCERT NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ യുദ്ധങ്ങളെ പറ്റി ഏതൊക്കെ യുദ്ധങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതല്ലാതെ ഒരു കാര്യങ്ങളും പറയാനില്ല. അപ്പോൾ ആ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, SSCERT 7ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററും NCERT 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററുമാണ് ഈ യുദ്ധങ്ങളെ പറ്റി പറയുന്നത്. ആ 2 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് കർണാട്ടിക് യുദ്ധത്തിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെ വേറെ യൂറോപ്യൻസ്, അതായത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ, അങ്ങനെ വേറെ ബ്രിട്ടീഷുകാരല്ലാതെ വേറെ യൂറോപ്യൻസ് ഇവിടെ വന്നിരുന്നു. കച്ചവടത്തിനായി വന്ന് പതിയെ ഇവിടെ അധികാരം നേടാൻ അവർ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ അധികാരം നേടാനായിട്ട് അവരെയും കൂടെ, ബാക്കിയുള്ള യൂറോപ്യൻ ശക്തികളെ കൂടെ അവരെയും കൂടെ മത്സരിച്ച് തോൽപ്പിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു മത്സരത്തിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഓൾറെഡി ആദ്യത്തെ തന്നെ പരാജയപ്പെട്ടു. ഡച്ചുകാർ ഇവിടുന്ന് ഫുള്ളായിട്ടും ഇവിടുന്ന് പോവുകയും ചെയ്തു. അതേസമയം പോർച്ചുഗീസുകാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ പഠിച്ചായിരുന്നു. ഗോവ, ദാമൻ, ദിയു അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടുത്തെ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് അവർ അവിടെ മാത്രമായിട്ട് ഒതുങ്ങുകയായിരുന്നു ചെയ്തത്. എന്നാൽ അതേ സമയത്ത് ഫ്രഞ്ചുകാർ അങ്ങനെ മൊത്തമായിട്ടും തോൽവി സമ്മതിച്ചില്ല. അപ്പോൾ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു പിന്നെ മത്സരം ഉണ്ടായിരുന്നത്. അങ്ങനെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരുമായിട്ട് നടന്ന യുദ്ധങ്ങളെയാണ്, അധികാരം നേടാൻ വേണ്ടിയിട്ട് നടന്ന യുദ്ധങ്ങളെയാണ് ഈ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ടും ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ കർണാട്ടിക് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആ യുദ്ധങ്ങൾ നടന്നത്. അതുകൊണ്ടാണ് ഇതിന് കർണാട്ടിക് യുദ്ധം എന്ന പേര് വന്നത്. ഈ കർണാട്ടിക് യുദ്ധങ്ങളിൽ അവസാനം ഇതിൽ ബ്രിട്ടീഷുകാരെയാണ് വിജയിച്ചത്, ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അവർ പതിയെ പോണ്ടിച്ചേരി, കാരക്കൽ എന്ന് പറയുന്ന ആ ഒരു കുറച്ച് സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയത്. അവർക്ക് വേറെ ഒരു സ്ഥലത്തേക്കും വ്യാപിക്കാനോ അവരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനോ അധികാരം സ്ഥാപിക്കാനോ ഒന്നും പറ്റിയില്ല. അവർ അങ്ങോട്ട് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. ബ്രിട്ടീഷുകാർ അവരെ കർണാട്ടിക് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഇത്രയും കാര്യമുള്ളൂ കർണാട്ടിക് യുദ്ധത്തെ പറ്റി പഠിക്കാനുള്ളൂ. ഓക്കെ, അടുത്തതാണ് പ്ലാസി യുദ്ധം. അതായത് മുഗൾ രാജാവായിരുന്ന ഔറംഗസേബിന്റെ മരണശേഷം നവാബുകൾ ബംഗാളിൽ അധികാരം സ്ഥാപിച്ചു. അപ്പം ഈ നവാബുകൾക്ക് കമ്പനിക്ക് ബംഗാളിൽ കൊടുത്തിരിക്കുന്ന ഇളവുകളൊന്നും കൊടുക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് കമ്പനിയോട് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. സോ അവർക്ക് ആ ഇളവുകളൊക്കെ പതിയെ വെട്ടിച്ചുരുക്കാൻ തുടങ്ങി. അപ്പം ഈ 1756 അവിടുത്തെ ബംഗാളിലെ നവാബായിരുന്ന അലിവർദി ഖാന്റെ മരണ
മരണശേഷം അദ്ദേഹത്തിൻ്റെ ചെറുമകനായിരുന്ന സിറാജുദ്ദൗളയാണ് ബംഗാളിൽ അധികാരത്തിലേറിയത്. അപ്പം സിറാജുദ്ദൗള വന്നപ്പോഴത്തേക്കും ഈ കമ്പനിയും നവാബുമായിട്ടുള്ള പ്രശ്നം കുറച്ചുകൂടെ രൂക്ഷമായി. അത് പതിയെ ഒരു യുദ്ധത്തിലേക്ക് കലാശിച്ചു. അതാണ് ഈ പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ സൈന്യത്തെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അപ്പോൾ ഈ റോബർട്ട് ക്ലൈവ് സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർജാഫറുമായിട്ടുണ്ടാക്കിയ ഒരു രഹസ്യധാരണയെ തുടർന്നാണ് ഈ സിറാജുദ്ദൗള പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെട്ടത്. അങ്ങനെ മിർജാഫർ ചതിച്ചതിനെ തുടർന്ന് സിറാജുദ്ദൗള പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെടുകയും അങ്ങനെ സിറാജുദ്ദൗളയെ പരാജയത്തിന് ശേഷം കമ്പനി സൈന്യം വധിച്ചു. അപ്പോൾ അതിനുശേഷം മിർജാഫറിനെയാണ് ബംഗാളിലെ നവാബായിട്ട് അവരോധിച്ചത്. അപ്പം മിർജാഫറിന് ശേഷം വന്ന ആളാണ് മിർ ഖാസിം. അപ്പോൾ ഇത്രയും കാര്യമാണ് പ്ലാസി യുദ്ധത്തിൻ്റെ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസി യുദ്ധത്തിൻ്റെ വർഷം പറഞ്ഞില്ലല്ലേ. പ്ലാസി യുദ്ധത്തിൻ്റെ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1757, അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് ഈ പ്ലാസി യുദ്ധം. ഈ പ്ലാസി യുദ്ധത്തിൻ്റെ വർഷം 1757 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ പ്ലാസി യുദ്ധത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അടുത്തായിട്ട് നടന്ന യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം നടന്ന വർഷം 1764 1764 ഷാ ആലം രണ്ടാമൻ, അപ്പോഴത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, പിന്നെ ആവദിലെ നവാബായിരുന്ന ഷുജാ ഉദ് ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് കമ്പനി സൈന്യം ഈ ബക്സർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പം ഈ പരാജയത്തെ തുടർന്ന് ബക്സർ യുദ്ധത്തിലും കമ്പനി വിജയിച്ചതിനെ തുടർന്ന് മിർജാഫറിനെ തന്നെയാണ് അവർ വീണ്ടും ബംഗാളിലെ നവാബായിട്ട് അവരോധിച്ചത്. വീണ്ടും മിർജാഫറെ തന്നെ അവരോധിച്ചു. അതിനുശേഷം ബംഗാളിലെ ആദ്യത്തെ ഗവർണറായിട്ട് റോബർട്ട് ക്ലൈവ് തന്നെ വന്നു. റോബർട്ട് ക്ലൈവ് 1764 ബക്സർ യുദ്ധത്തിന് ശേഷമാണ് റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ഫസ്റ്റ് ഗവർണറായി വന്നത്. അതിനുശേഷം 1764 ക്ലൈവ് ഗവർണറായെങ്കിലും 10 വർഷത്തിന് ശേഷം 1774 ക്ലൈവ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു 73 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് 73 ഇതിന് ശേഷം റോബർട്ട് ക്ലൈവിന് ശേഷം വാറൻ ഹേസ്റ്റിംഗ് വന്നു. വാറൻ ഹേസ്റ്റിംഗ് ആണ് 73 സുപ്രീം കോടതി ഒക്കെ സ്ഥാപിച്ചതെന്നൊക്കെ. അതിനുശേഷം 74 ക്ലൈവ് ആത്മഹത്യ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബക്സർ യുദ്ധത്തെ പറ്റി പറയുന്നത്. മൈസൂർ യുദ്ധം, അതായത് മൈസൂർ ഭരിച്ചിരുന്ന പ്രബലരായ ഭരണാധികാരികളായിരുന്നു ഹൈദരാലിയും അദ്ദേഹത്തിൻ്റെ പുത്രൻ ടിപ്പു സുൽത്താനും. ടിപ്പു അവരുടെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർക്ക് മലബാറിലുണ്ടായിരുന്ന കച്ചവടം തടസ്സപ്പെടുകയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ശത്രുക്കളായിരുന്ന ഫ്രഞ്ചുകാരുമായിട്ട് ടിപ്പുവിനുണ്ടായിരുന്ന സൗഹൃദം, അതായത് നമുക്കറിയാം പൗരനായ ടിപ്പു എന്ന നാമം സ്വീകരിക്കുകയും അതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗത്വം നേടുകയൊക്കെ ചെയ്തായിരുന്നു ടിപ്പു സുൽത്താൻ. അപ്പോൾ ഈ ഫ്രഞ്ചുകാരുമായിട്ട് ടിപ്പുവിനുണ്ടായിരുന്ന സൗഹൃദവും ഈ രണ്ട് കാരണങ്ങളും ബ്രിട്ടീഷുകാരെ മൈസൂർ കീഴടക്കാനായിട്ട് ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ മൈസൂർ കീഴടക്കാൻ വേണ്ടിയിട്ട് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. മൊത്തം 4 യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാർക്ക് മൈസൂർ കീഴടക്കാൻ വേണ്ടി നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഒന്നാം മൈസൂർ യുദ്ധം നടന്ന വർഷമാണ് 1767 തൊട്ട് 1769 വരെയാണ് ഒന്നാം മൈസൂർ യുദ്ധം നടന്നത്. അതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. രണ്ടാം മൈസൂർ യുദ്ധം നടന്നത് 1780 തൊട്ട് 1784 വരെ. ഇതിനകത്ത് ഈ അടുത്ത യുദ്ധം മൂന്നാം മൈസൂർ യുദ്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാം മൈസൂർ യുദ്ധം നടന്നത് 1790 മുതൽ 94 വരെയാണ്. ഈ മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. മിക്കപ്പോഴും എക്സാംസിനും ചോദിച്ചിട്ടുണ്ട് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണെന്ന് ചോദിച്ചാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. ഈ ശ്രീരംഗപട്ടണ ഉടമ്പടി മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ പരാജയത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പം ഈ ഹൈദരാലിയും ടിപ്പു സുൽത്താനും മൈസൂർ ഭരിച്ചിരുന്ന പ്രബലരായിട്ടുള്ള
സുൽത്താൻമാരാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഹൈദരാലി ഭരിച്ചിരുന്ന 1761 മുതൽ 82 വരെയും, ടിപ്പു സുൽത്താൻ 82 തൊട്ട് 99 വരെയാണ് ടിപ്പു സുൽത്താൻ ഭരിച്ചത്. അപ്പം അടുത്ത ഒരു 3 മൈസൂർ യുദ്ധമല്ല നമ്മൾ പറഞ്ഞേ, 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. നെക്സ്റ്റ് അതിൻ്റെ ലാസ്റ്റ് മൈസൂർ യുദ്ധമായിരുന്നു 4-ാം മൈസൂർ യുദ്ധം. 4-ാം മൈസൂർ യുദ്ധം നടന്നത് 1799 1799 4-ാം മൈസൂർ യുദ്ധം. മൈസൂർ യുദ്ധത്തോടെ ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ടു. ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ടത് 1799 മെയ് 4-ന് ശ്രീരംഗപട്ടണത്ത് വെച്ചാണ്. അതായത് മൈസൂരിൻ്റെ ആസ്ഥാനമായിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് വെച്ച് 1799 മെയ് 4-നാണ് ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ടത്. 4-ാം മൈസൂർ യുദ്ധത്തിലാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. അങ്ങനെ 4 മൈസൂർ യുദ്ധങ്ങളും അവസാനിച്ചു. അങ്ങനെ മൈസൂർ, കൂർഗ്, മലബാർ, കൂർഗ് മലബാർ എന്നീ 2 സ്ഥലങ്ങൾ ഫുൾ ആധിപത്യം ബ്രിട്ടീഷുകാർക്ക് ഈ മൈസൂർ യുദ്ധം വഴി കരസ്ഥമായി. ഓക്കെ, അടുത്തതാണ് ആംഗ്ലോ മറാത്ത യുദ്ധം. അപ്പോൾ ഇപ്പോഴത്തെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശിൻ്റെ ഭാഗങ്ങൾ, ആ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഭാഗമാണ് മറാത്ത ഭാഗം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ മറാത്ത ഭാഗത്തെ ആളുകളും മറാത്ത ഭാഗത്തെ ആളുകളും നമ്മുടെ ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മറാത്ത യുദ്ധം എന്ന് പറയുന്നത്. ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ 3 ആംഗ്ലോ മറാത്ത യുദ്ധങ്ങളാണ് നടന്നത്. അതിൽ 1-ാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്നത് 1782 വലിയ വർഷമൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇതിൻ്റെ ഫലമായിട്ട് വന്നൊരു സന്ധിയാണ് സാൽബാരി സന്ധി. അതായത് ഈ സന്ധി പ്രകാരം ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. മറാത്ത റീജിയനിലുണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങളിൽ അവർക്ക് തന്നെ വിട്ടുകൊടുത്തു. ബ്രിട്ടീഷുകാർക്ക് തന്നെ അവിടുത്തെ അധികാരം വിട്ടുകൊടുത്തു. അതേപോലെ തന്നെ മൈസൂർ ഭാഗത്ത് ഹൈദരാലിനെ, ഈ സമയത്ത് ഹൈദരാലിയാണ് മൈസൂർ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം മൈസൂർ ഭാഗത്തെ സ്ഥലങ്ങൾക്ക് അധികാരം, ഹൈദരാലിയെ പരാജയപ്പെടുത്തി അധികാരം നേടാനുള്ള അനുവാദം മറാത്തക്കാർക്ക് ബ്രിട്ടീഷുകാർ നൽകി. അതുപോലെ ഫ്രഞ്ചുകാരെ ഈ മറാത്ത റീജിയനിലോട്ടൊന്നും അടുപ്പിക്കാനോ അവർക്ക് അവിടെ അധികാരം സ്ഥാപിക്കാനുള്ള അനുവാദമൊന്നും കൊടുക്കാതിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ സന്ധി വഴി അവർ സൈൻ ചെയ്തത്. ഇംഗ്ലീഷുകാരും മറാത്തക്കാരും തമ്മിൽ സൈൻ ചെയ്ത ഈ സാൽബാരി സന്ധി വഴി ഉറപ്പുവരുത്തിയത്. 3 മറാത്ത യുദ്ധങ്ങൾ നടന്നു. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല, ജസ്റ്റ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രം അത് പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ്, ഇനി വേറെ പ്രത്യേകിച്ച് യുദ്ധങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കിറ്റൂർ റാണി ചെന്നമ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ കർണാടകയിലുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു കിറ്റൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിറ്റൂർ ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അവരുടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചതിനെതിരെ കിറ്റൂരിൽ ഉണ്ടായിരുന്ന റാണി ചെന്നമ്മ എന്ന് പറഞ്ഞ ഒരു വനിത അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി, അവിടെ അധികാരം സ്ഥാപിക്കുന്നതിനെതിരായിട്ട് ആയുധമെടുത്ത് പോരാടിയ ഒരാളാണ് ഈ റാണി ചെന്നമ്മ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഈ കിറ്റൂർ റാണി ചെന്നമ്മയെ പറ്റിയും ജസ്റ്റ് ടെക്സ്റ്റിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ കാര്യം കൂടെ ഈ ജസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ SSCRT NCERT 2 ചാപ്റ്റേഴ്സ് പറഞ്ഞല്ലോ. അപ്പോൾ ആ 2 ചാപ്റ്റേഴ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മുടെ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ റാങ്ക് ഫയലിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റാങ്ക് ഫയൽ നോക്കി പഠിക്കണം. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സമയവും പഠിക്കാനുള്ള മനസ്സും ഉള്ള ആളുകൾക്ക് അത് നോക്കി പഠിക്കാം. നമ്മൾ ജസ്റ്റ് ടൈം ഇല്ലാതെ എന്നാൽ പഠിക്കാനും മാർക്ക് സ്കോർ ചെയ്യാനും താല്പര്യമുള്ള ആളുകളെ മാത്രം ഉദ്ദേശിച്ച് SSCRT NCERT ഫാക്ട്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ വീഡിയോസ് ആയിരിക്കും നമ്മുടേത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.